വന്ന 2 ട്രെയിലറുകളും എന്നെ വല്ലാണ്ട് ഇംപ്രസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കങ്കു എന്ന സിനിമയിൽ അത്ര വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചുമ്മാ പോയിട്ട് കണ്ടു. അപ്പോൾ കങ്കുവെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രാൻസിസ് എന്ന ബൗണ്ടി ഹണ്ടർ നടത്തുന്ന കുറച്ച് ഹണ്ടിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ എനിക്ക് വർക്കായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, ഇതിൽ കങ്കു എന്ന ക്യാരക്ടറും അതുപോലെ ഒരു ചൈൽഡ് ക്യാരക്ടറും തമ്മിലുള്ളൊരു ബോണ്ട് ചില സമയത്തൊക്കെ എനിക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻ ഈ സിനിമയിൽ ചില സമയത്ത് വർക്കാവുന്നതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാം. പിന്നെ ഈ സിനിമയുടെ ക്ലോസിങ് സീക്വൻസും അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവരെ എനിക്കങ്ങനെ എടുത്തു പറയേണ്ട മൊമെൻ്റൊന്നും ഈ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു സംഭവം ചെയ്ത് വെച്ചത് നൈസായിട്ട് തോന്നി. ഈ സിനിമയുടെ ഒരു മേജർ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ റൈറ്റിംഗ് തീരെ പോരാ എന്നുള്ളത് തന്നെയാണ്. ഈ പീരീഡ് സെറ്റപ്പ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിൽ മോസ്റ്റ് ഓഫ് ദ ടൈമിലും അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഈ പറയുന്ന സ്റ്റോറി ആണെങ്കിലും അതിൽ വലിയ ഡെപ്തും കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അത്രയും നേരം കാര്യമായിട്ട് ഒന്നും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചുള്ളത്. അതിൻ്റെ പ്രധാന പ്രശ്നം സ്ക്രീൻ പ്ലേ തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ സൗണ്ടിങ് ഭയങ്കര ലൗഡായ പോലെ തോന്നിയിരുന്നു. കാരണം പലപ്പോഴും എനിക്ക് പല സെഗ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ഹെഡേക്ക് അടിച്ചിരുന്നു. അത്രയും ലൗഡായിട്ടാണ് ഈ സിനിമയുടെ സൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് DSPയുടെ BGM ഒക്കെ വരുന്ന സമയത്ത് ഈ ലൗഡായിട്ടുള്ള ആ ഒരു സംഭവം കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും അത്ര നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. സാധാരണ ശിവയുടെ സിനിമ മോശമാവുന്ന സമയത്ത് അതിൻ്റെ വിഷ്വല് ചിലപ്പോൾ എനിക്ക് കല്ലുകടിയായിട്ട് മാറാറുണ്ട്. പക്ഷേ ഈ സിനിമയുടെ കേസിൽ അങ്ങനത്തെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. വിഷ്വൽസ് സംവാട്ട് ഓക്കെ ആണെന്ന് പറയാം. അങ്ങനെ അത്ര വലിയ അലമ്പ് തോന്നിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ലാണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. VFXും അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകുമ്പോൾ പോലും മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂര്യയുടെ അലറിയാണ്. കാരണം ഒരാവശ്യമില്ലാണ്ട് പല സെഗ്മെൻസിലും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പൊളിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും എനിക്കൊരു കല്ലുകടിയായിട്ട് തോന്നിയിരുന്നു. അത് എന്തിനാണ് ഈ എല്ലാ സീൻസിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് ഭയങ്കര ബോറായിട്ട് തോന്നിയിരുന്നു. പിന്നെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയ സംഭവം ബോബി ഡിയോളാണ്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ എന്തോ ഒരു കൊടൂര വില്ലനായിട്ടും കാണിക്കാൻ നോക്കി, പക്ഷേ ഒരു ഇമ്പാക്റ്റും തോന്നിയിട്ടില്ല. മൊത്തത്തിൽ പറയുമ്പോൾ കങ്കുവ എന്ന് പറയുന്ന സിനിമ എനിക്കൊരു ബിലോ ആവറേജ് അറ്റംപ്റ്റായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ വിഷ്വലൊക്കെ കാണുമ്പോഴത്തേക്കും എത്രയൊക്കെയോ ഫണ്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ അതിന് മാത്രമുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.